പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ജന്തർ മന്ദിർ സമരത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് ഒപ്പമാണ് രാഹുൽ സ്റ്റേഷനിലെത്തിയത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള പോലീസ് ആക്രമണത്തിൽ 10 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രിയങ്കയും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധത്തിൽ അണിചേർന്നു. നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും. കിരൺ, വലിയ പ്രതിഷേധത്തിനിടയിലായിരുന്നു ആ പെല്ലറ്റ് കൊണ്ടുള്ള പോലീസിന്റെ ക്രൂരത. എന്താണെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റതുമാണ്, അത് വലിയ തോതിൽ ചർച്ചയായതുമാണ്. പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ രാഹുലും പ്രിയങ്കയും പോലീസ് സ്റ്റേഷന് മുന്നിൽ. അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ടോ? അസാധാരണമായ സാഹചര്യമാണ് ഡൽഹിയിലുള്ളത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം സാഹിൽ ലോച്ചാബ് എന്ന് പറയുന്ന 19കാരനായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ ജന്തർ മന്ദിർ സമരത്തിനിടയിൽ പോലീസിന്റെ പെല്ലറ്റ് തോക്കുകൊണ്ട് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അങ്ങനെ പെല്ലറ്റ് തറച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശേഷി നഷ്ടപ്പെട്ടിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് 20ഓളം വിദ്യാർത്ഥികൾക്കാണ് ഇങ്ങനെ പെല്ലറ്റ് ആക്രമണത്തിൽ വിവിധ പരിക്കുകൾ ഏറ്റത്. നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ സമയത്ത് തന്നെ ഈ സാഹിൽ ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ ആ കേസിൽ ആ പരാതിയിൽ എഫ്ഐആർ എടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനുശേഷം ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇമെയിൽ വഴിയും ഈ പരാതി വീണ്ടും അയച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. അതിനെ തുടർന്നാണ് വിഷയം രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തുകയും രാഹുൽ ഗാന്ധി സാഹിൽ ലോച്ചാബുമായി ചേർന്ന് ഈ കുട്ടിയുടെ അമ്മയും സാഹിൽ ലോച്ചാബിൻ്റെ അമ്മയുമായി നേരെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ പരാതി സമർപ്പിച്ചു. എന്നിട്ട് എഫ്ഐആർ എടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് കഴിയില്ല എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. DCPയുമായിട്ടൊക്കെ ചർച്ച നടത്തിയെങ്കിലും തൽക്കാലം എഫ്ഐആർ എടുക്കാനാവില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു പരാതി കിട്ടിയത്. പക്ഷേ പരാതി വളരെ നേരത്തെ തന്നെ ആദ്യം നൽകിയതാണ്. പിന്നീട് ഇമെയിൽ വഴിയും പരാതി നൽകിയതാണ്. ഇപ്പോൾ വീണ്ടും പരാതി നൽകി. എന്നിട്ടും എഫ്ഐആർ എടുക്കാൻ തയ്യാറാവുന്നില്ല. എഫ്ഐആർ എടുക്കാതെ താൻ ഇവിടുന്ന് പോകില്ല, അതുവരെ താൻ ഇതിനു മുന്നിൽ കുത്തിയിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. അങ്ങനെ ഏകദേശം 12:30 മണിയോടുകൂടി തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷൻ മുന്നിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ജന്തർ മന്ദിർ അടക്കമുള്ള ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ VVIP കേന്ദ്രങ്ങൾ ഒക്കെ വരുന്നത്. ജന്തർ മന്ദിറിന് മുന്നിൽ വെച്ചാണ് ജൂലൈ 20-ന് ഈ കുട്ടിക്ക് നേരെ പെല്ലറ്റ് ആക്രമണം, പോലീസിന്റെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായത്. ഈ വിഷയം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ അതിശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടി പറയണം, ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടിരുന്നു. കാരണം ഡൽഹി പോലീസിന്റെ നിയന്ത്രണാധികാരമുള്ളത് ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവില്ലാതെ എങ്ങനെയാണ് ഒരു പോലീസുകാർ വെടിവെക്കുന്നത്? അതും പെല്ലറ്റ് തോക്കുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അതിർത്തിയിലോ അല്ലെങ്കിൽ തീവ്രവാദികളെ നേരിടാൻ അല്ലെങ്കിൽ ആ സമാനമായ സാഹചര്യത്തിലാണ്. ഈ രാജ്യത്തിനകത്ത് സാധാരണഗതിയിൽ കശ്മീരിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്നുമൊക്കെ കോടതി മനുഷ്യാവകാശ ലംഘനമാണ് എന്നത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സാധാരണ വെടിയുണ്ടകൾക്ക് ഏകദേശം സമാനമായ വെടിയുണ്ടകൾ തന്നെയാണ് പെല്ലറ്റ് തോക്കുകളിൽ നിന്നും വരുന്നത്. ആ പെല്ലറ്റുകൾ അടുത്തു നിന്നാണ് നേരെ നെഞ്ചിലൊക്കെ തറയ്ക്കുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ സംഭവിച്ചാൽ ശരീരത്തിൽ മുറിവുകളും ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കാൻ, കണ്ണിൽ കൊണ്ടാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി അടക്കം നഷ്ടപ്പെടും. അങ്ങനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട 19കാരനായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാരനാണ് സാഹിൽ. ആ സാഹിലുമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. എഫ്ഐആർ എടുക്കണം എന്നുള്ള പ്രാഥമികമായ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്തി എഫ്ഐആർ ഇടുക എന്നുള്ളതാണ്. പിന്നീടാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഈ സാഹിലിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നതും അദ്ദേഹത്തിന് പെല്ലറ്റ് തോക്കുകൊണ്ടുള്ള വെടിയേറ്റു എന്നതുമെല്ലാം വളരെ വേഗത്തിൽ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. അത് എത്രയോ കാലമായി അതിൻ്റെ റിപ്പോർട്ടുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പോലീസ് ഒരു കാരണവശാലും കേസെടുക്കാൻ തയ്യാറില്ല എന്നാണ്. കേസെടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആരുടെ ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു വെടിവെപ്പുണ്ടായത്, അതിനാരാണ് ഉത്തരവ് നൽകിയത്, അത്തരം വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലേക്ക് വരും. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കം പറയുന്നത് ഡൽഹി പോലീസിന് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയ ഒരാളുണ്ടല്ലോ, അതാരാണ് എന്നുള്ളതാണ്. അത് ഡൽഹി പോലീസ് വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. നേരെ അമിത്ഷായ്ക്ക് നേരെയാണ് അവർ ചോദ്യത്തിൻ്റെ മുന തിരിച്ചു വെക്കുന്നത്. ഈ വിഷയം ഉയർത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ സമരത്തിന് ശേഷം ഡൽഹി ശാന്തമായി നിൽക്കുകയായിരുന്നു. അവിടെയാണ് വീണ്ടും ഒരു വിഷയമായി, അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയമായി പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് പാർലമെന്റ് അവിടെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ
പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പമുണ്ട്. മാത്രമല്ല ആ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയും അവർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേർ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കിരൺ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായിട്ടുള്ള സാഹചര്യം.